നമസ്കാരം. ന്യൂസ് മലയാളത്തിൻ്റെ വൈകുന്നേരത്തെ പ്രധാന വാർത്തകളിൽ ഒന്ന് ചർച്ച ചെയ്യുന്ന വാർത്താ വർത്തമാനമായ ഓട്ടും കട്ടനിലേക്ക് സ്വാഗതം. പി.കെ. ശശി പുറത്തു വന്നതാണ്, CPM ബന്ധം വിച്ഛേദിച്ച് പുറത്തു വന്നതാണ് ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം CPIM-ന് തലവേദനയാകുമോ എന്നതാണ് ചോദ്യം. വി ഡി സതീശൻ്റെ പുതിയുഗ യാത്ര പാലക്കാട്ടേക്ക് എത്തുമ്പോൾ ഒരു ശശി വിസ്മയം സംഭവിക്കും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചതെങ്കിലും ഇപ്പോൾ വിമതരുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ശശി വിപ്ലവമാണ് സംഭവിച്ചിരിക്കുന്നത്. അദ്ദേഹം വിമത സ്ഥാനാർത്ഥിയായി മത്സരത്തിന് ഒരുങ്ങുന്നു എന്നൊക്കെയാണ് വാർത്തകൾ. ഈ ഇലക്ഷൻ കാലത്ത് പി.കെ. ശശി CPIM-ന് തലവേദനയാകുമോ എന്നതാണ് ചോദ്യം. ആസിഫെ, തീർച്ചയായും തലവേദനയാകുമെന്ന് ചോദിച്ചാൽ അത്ര വലിയ തലവേദനയാകാൻ സാധ്യതയില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ഒരു CPM വിമതന്മാരുടെ ഒരു ചരിത്രം എടുത്താൽ ആ നാട്ടിൽ ഒരു വിലയുള്ള അല്ലെങ്കിൽ ആ നാട്ടിലൊരു വലിയ രീതിയിൽ ആളുകളുടെ ഇടയിൽ ഇടപെട്ട് പാർട്ടിയുടെ മൂല്യച്യുതികളെയൊക്കെ ചോദ്യം ചെയ്ത് പുറത്തു വന്ന ആളുകളെയാണ് സ്വാഭാവികമായും വിമതൻ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്നത്. പക്ഷേ ശശിയുടെ കാര്യത്തിൽ ശശി തന്നെ ഒരു മൂല്യച്യുതികളുടെ ഒരു ഘോഷയാത്ര നടത്തി നിൽക്കുന്ന ഒരാളാണ്. അത് 2017 മുതൽ 2017 സ്ത്രീപീഡന ആരോപണം ഉയരുന്നു. അതിൽ പാർട്ടി അന്വേഷണം നടത്തുന്നു. അതിനുശേഷം ശശി ശശി നേതൃത്വം നൽകുന്ന ഒരു സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം, പാർട്ടി ഫണ്ടിലെ തിരിമറി ആരോപണം, ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം, അങ്ങനെ ശശി തന്നെ അങ്ങനെ ഒരു പാർട്ടിയിൽ നിരവധി തവണ ആരോപണ വിധേയനായി സാമ്പത്തിക ആരോപണം അടക്കം നേരിടുന്ന അല്ലെങ്കിൽ ലൈംഗിക പീഡന ആരോപണം അടക്കം നേരിടുന്ന അതിൽ അന്വേഷണ കമ്മീഷനെ പാർട്ടി വെക്കുകയും അത് തരം താഴ്ത്തുകയും തെറ്റുകാരനാണെന്നും എല്ലാം പാർട്ടി തന്നെ കണ്ടെത്തുകയും ചെയ്ത ഒരാളാണ്. അങ്ങനെ ഒരാൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി പാർട്ടി ശരിയല്ല എന്ന് പറയുകയും പാർട്ടി നേതാക്കൾ ശരിയല്ല എന്ന് പറയും. ശശി മാത്രമല്ല, ശശി പുറത്ത് പോയതിനു ശേഷം ശശി ഉന്നയിക്കുന്ന ആരോപണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബാലിശമായ ആരോപണങ്ങളാണെന്ന് തോന്നുന്നു. DYFIയുടെ ഓഫീസിൽ കഞ്ചാവ് വലിയാണ് എന്നും പാർട്ടി കള്ളുകുടി സദസ്സിലിരുന്നാണ് ജില്ലാ സെക്രട്ടറി LC സെക്രട്ടറി തീരുമാനിക്കുന്നതെന്നും അങ്ങനെയുള്ള ആരോപണങ്ങളാണ് ശശി സ്വാഭാവികമായും ഉന്നയിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു തോന്നലെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പൊതുവെ വിമതരെ കണ്ടേക്കുന്നത് എങ്ങനെയാണ്? പാലക്കാട് തന്നെ നമ്മൾ മുരളിയെ കണ്ടിട്ടുണ്ട് വിമതനായിട്ട്, അതുപോലെ തന്നെ TP ചന്ദ്രശേഖരനെ വിമതനായിട്ട് കണ്ടിട്ടുണ്ട്. അന്ന് അവർക്കൊപ്പം നിന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അത് അതെ അതിൽ അവർക്ക് ഉന്നയിക്കാൻ അല്ലെങ്കിൽ കാരണങ്ങളെങ്കിലും ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയാണ് ഈ പാർട്ടി പിന്നോട്ട് പോയെന്ന് അവർ പറയുന്ന അവരുടേതായ കുറേ കാരണങ്ങളുണ്ടായിരുന്നു. പക്ഷേ ശശി എന്ന് പറയുന്ന ആൾ പാർട്ടിയിലുള്ളപ്പോൾ തന്നെ പാർട്ടിക്കാർ തന്നെ നിരവധി തവണ അദ്ദേഹത്തിന് പ്രശ്നങ്ങളുണ്ടെന്നും ഈ പറയുന്ന മൂല്യച്യുതി എന്നാണല്ലോ സ്വാഭാവികത്തിന് പ്രധാനം പറയുന്നത്. അതിൻ്റെ ഒരു പരമ്പര തന്നെ സ്വന്തം പേരിൽ തന്നെ ഉള്ള ഒരാളാണ് ശശി. അപ്പോൾ ആ ഒരു പി.കെ. ശശി പുറത്തേക്ക് പോകുന്നത് അങ്ങനെ CPM-നെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ പറയുമ്പം MLA ആയിരുന്നു, മുൻ ജില്ലാ സെക്രട്ടറി ആയിരുന്നു, അങ്ങനെയുള്ള വലിയ കണക്കുകളൊക്കെ പറയാനുണ്ടെങ്കിൽ പോലും പക്ഷേ അത് ആ രീതിയിൽ CPM-നെ ബാധിക്കത്തക്ക പറ്റുന്ന ഒരു വലിയ നേതാവല്ല പി.കെ. ശശി എന്നാണ് എൻ്റെ ഒരു തോന്നൽ. ശ്യാമലി, ഇപ്പോൾ ഇങ്ങനെ ഒരു ശശിയെ ഇത്രയും കാലം ഈ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരുന്നത് പാർട്ടിക്ക് പറ്റിയ ഘടനാപരമായ അല്ലെങ്കിൽ ഓർഗനൈസേഷനായിട്ടൊരു വലിയ തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പാർട്ടി തെറ്റിദ്ധരുത്തിയാൽ തിരിച്ചു വരാം എന്നാണ് ശശി പറയുന്നത്. പാർട്ടി തെറ്റിദ്ധരുത്തരുതേ എന്ന് പാർട്ടിയെ സ്നേഹിക്കുന്ന ഈ ആർദ്ദത്തിൽ തിരുത്തരുതേ എന്ന് ഇങ്ങനെ പറയുന്നു. ഇപ്പോൾ ഇദ്ദേഹം ഏതായാലും ഒറ്റപ്പാലത്ത് മത്സരിക്കും എന്നൊക്കെയാണ് കേൾക്കുന്നത്. ഒറ്റപ്പാലത്തേക്കൊക്കെ പി.കെ. ശശി വരികയാണെങ്കിൽ എന്തായിരിക്കും മധ്യ കേരളത്തിൽ അല്ല ആ ഭാഗത്തുണ്ടാകുന്ന ഒരു വ്യത്യാസം? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? എനിക്ക് ഒറ്റനോട്ടത്തിൽ യാതൊരു വ്യത്യാസമോ ചലനമോ ഉണ്ടാക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ് എനിക്ക് അവിടെയുള്ളതും അവിടുത്തെ പാറ്റേണും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം നമ്മളത് പരിശോധിക്കുമ്പോൾ അങ്ങനെ ആ കണക്കുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ചലനമോ മാറ്റമോ ഉണ്ടാക്കാൻ ശശിക്കാവുമെന്ന് തോന്നുന്നില്ല. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഈ പറയുന്ന ആസിഫ് പറഞ്ഞതിൻ്റെ തുടർച്ചയായി പറയുകയാണെങ്കിൽ സത്യത്തിൽ അത്ഭുതപ്പെടുത്തുന്നത് നിലവിൽ ശശിക്ക് വേണ്ടി വരിനിന്ന് പ്രസ്താവന ഇറക്കുന്ന കോൺഗ്രസ്സുകാരെ കാണുമ്പോഴാണ് എനിക്ക് അത്ഭുതം വരുന്നത്. കാരണം ചെന്നിത്തല വന്നിട്ട് ഇപ്പോൾ പറയുന്നു ശശിക്കെതിരെ നിയമപരമായ യാതൊരു നടപടിയും ഇതുവരെ എടുത്തിട്ടില്ല, യാതൊരു കേസും നിലവിലില്ല, ആരോപണങ്ങൾ ഇരിക്കെ തന്നെ അദ്ദേഹം സ്ഥാനങ്ങളിൽ തുടരുന്നു എന്ന് രമേശ് ചെന്നിത്തല ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് എന്ന് പറയുകയാണ്. പിന്നീട് കെ സുധാകരൻ വന്ന് പറയുന്നു ശശിയെ പരിഗണിക്കേണ്ട ഒരു സാഹചര്യം വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഒറ്റപ്പാലം പോലുള്ള ഒരു സ്ഥലത്ത് ശശി മത്സരിക്കാൻ തയ്യാറാവുകയോ നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കോൺഗ്രസ് ശശിയെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ ഒരു UDF സ്വതന്ത്രനാക്കി ശശിയെ മാറ്റുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വിസ്മയം ആയി മാറും. ഞാൻ പറയുന്നത് അതെ പറയേണ്ടി വരും. ഞാൻ ചോദിക്കുന്നത് വിസ്മയം എന്ന് ഞാൻ പറഞ്ഞത് ശശിയല്ല വിസ്മയമാവുന്നത്, അത് കോൺഗ്രസ് ആണ് ഒരു വലിയ വിസ്മയമാവുക. കാരണം
ഈ കാലയളവിനിടയിൽ ഇത്രയും വലിയ തീവ്രമായ ഒരു നയപരമായ മണ്ടത്തരം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് കൈക്കൊള്ളുമോ എന്ന് ഞാൻ വളരെ ആകാംക്ഷയോടെയാണ് കാണുന്നത്. കാരണം സമീപകാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഈ പറയുന്നത് പോലെ ലൈംഗിക പീഡന പരാതികളും കേസുകളും വന്നപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഈ തീവ്രത എന്ന വാക്കും ശശിയെയും പരാമർശിക്കാതെ എന്തെങ്കിലും ഒരു പ്രസ്താവനയോ മറുപടിയോ കോൺഗ്രസ്സുകാർ കൊടുത്തതായിട്ട് നമ്മളെവിടെയെങ്കിലും കാണുന്നുണ്ടോ? കഴിഞ്ഞ ഡിസംബർ കാലയളവിലാണെന്ന് തോന്നുന്നു ഒരു 5-6 ഇപ്പോഴും പൊതു മാധ്യമങ്ങളിൽ എല്ലായിടത്തും ഉണ്ട് വി ഡി സതീശൻ തീവ്രത അളക്കാൻ കോൺഗ്രസ് പറയുന്നത്. വി ഡി സതീശൻ തന്നെ അങ്ങനെയാണ് പറയുന്നത്, വനിതാ നേതാക്കൾ എല്ലാവരും തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം അവർ കൈക്കൊണ്ടു കഴിഞ്ഞാൽ അത് തീവ്രതയേറിയ ഒരു നയപരമായ മണ്ടത്തരം തന്നെയായിരിക്കും. അങ്ങനെ അവർ കൈക്കൊള്ളുമോ എന്നുള്ളത് ഞാൻ ആകാംക്ഷയോടെ നോക്കുന്നു. അപ്പോഴും ഞാൻ പറയുന്നത് ശശി അവിടെ എന്തെങ്കിലും ചലനം ഉണ്ടാക്കുമെന്ന് കോൺഗ്രസ്സുകാരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതും വലിയൊരു വിസ്മയം തന്നെയാണ് അവരെ സംബന്ധിച്ച്. ഈ തീവ്രത എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ശരിക്കും അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ എ കെ ബാലനും പി കെ ശ്രീമതി ടീച്ചറൊക്കെ ഉണ്ടായിരുന്ന ആ റിപ്പോർട്ടിൽ തീവ്രത എന്നൊരു വാക്കില്ല എന്നുള്ളതാണ് വാസ്തവം. അത് പറഞ്ഞുണ്ടാക്കിയ ഒരു നെറേറ്റീവാണ്. അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ആ അളവിലുള്ള ഒരു കുറ്റകൃത്യം സംഭവിച്ചിട്ടില്ല, അത്ര തീവ്രമായൊരു കുറ്റകൃത്യം സംഭവിച്ചിട്ടില്ല എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. പക്ഷേ അവിടെ ഒരു കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ മാധ്യമപ്രവർത്തകൻ്റെ വാക്കാണ് പിന്നെ കേരളം മൊത്തം ഉപയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലെ തീവ്രതയായിട്ട് മാറിയെന്ന് പറഞ്ഞാൽ. എൻ്റെ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഈ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ, ശരിക്കും പാർട്ടിക്ക് വലിയ തെറ്റ് ശശിയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത്രയും കാലം പി കെ ശശിയുടെ കാര്യത്തിൽ ശശിയായത് ഈ പാർട്ടിയാണെന്ന് ഒരർത്ഥത്തിൽ ഞാൻ പറയും. കാര്യം ഇങ്ങനെ ഈ ആസിഫ് എണ്ണിപ്പറഞ്ഞ നടപടികളെടുത്ത് പുറത്താക്കിൻ്റെ വക്കോലെത്തി ബ്രാഞ്ചിലേക്ക് മാറ്റി, പിന്നെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മാറ്റിയല്ലേ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി, സസ്പെൻഷൻ ഉണ്ട്. ഇതിനൊക്കെ ശേഷവും KTDC ചെയർമാൻ പോലെയുള്ള ഒരു പദവി വഹിച്ചിട്ട് അങ്ങേര് അതിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കാലം വരെ അയാൾക്ക് ഇരിക്കാൻ പറ്റി എന്നുള്ളത് മനുഷ്യരെ എന്നിട്ടും മിണ്ടാതിരുന്നു. ഇതിനുശേഷം അനിവാര്യമായ ഈ വിളിച്ചു പറച്ചിൽ ഇന്ന് തന്നെ പലവട്ടം ശശി ഉപയോഗിച്ച വാക്കാണ് തോന്നിയാസം എന്നുള്ളത് ജില്ലാ സെക്രട്ടറിയെ കുറിച്ച്. ശരിക്കും പാലക്കാട് നഗരത്തിൽ 1 മണിക്കൂർ മൈക്ക് വെച്ചിട്ട് ഈ തോന്നിയാസം മൊത്തം പറയേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് മുമ്പ് പുറത്താക്കാം ആയിരുന്നു, അല്ലെങ്കിൽ നടപടി എടുക്കാമായിരുന്നു. അങ്ങനെ എടുക്കാതിരുന്നത് ശരിക്കും ചെയ്ത ഒരു തെറ്റാണെന്നാണ് ഞാൻ പറയുന്നത്. ഒരു പറ്റിപ്പോയ തെറ്റായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ പി കെ ശശിയെ പോലെയുള്ള ഒരാൾ ഈ വഴിയിലേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത് എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഇത്തരം വർത്തമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നവയുഗയാത്ര, പുതുയുഗയാത്ര വരുന്ന സമയത്തൊക്കെയും ഈ വർത്തമാനം ഒക്കെയും സംഭവിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലേക്ക് വരെ ഇപ്പം മണ്ണാർക്കാട് അവിടെയുള്ള കുറേ സമിതികളുണ്ടല്ലോ, മാർക്സിസ്റ്റ് കൂട്ടായ്മ അല്ലെങ്കിൽ വോയിസ് ഓഫ് വടക്കഞ്ചേരി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാഷ്ട്രീയവും അരാഷ്ട്രീയവുമായിട്ടുള്ള കുറേ പ്രാദേശിക സംഘടനകളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു 100-500 പേര് അവിടെ ചേർന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. ശ്യാമിൽ പറഞ്ഞതുപോലെ തന്നെ അവിടെ വലിയൊരു വ്യത്യാസം സംഭവിക്കുന്നൊന്നും ഞാനും കരുതുന്നില്ല. ഇദ്ദേഹം തന്നെ പറയുന്നത് എന്താ, ജില്ലാ സെക്രട്ടറിയെ മാറ്റി പാർട്ടി തെറ്റിദ്ധരുത്തിയാൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ തന്നെ വായിക്കുന്ന കുറേ സോഷ്യൽ മീഡിയ കമൻറ്റുകളൊക്കെ വായിക്കുമായിരുന്നു. ആ അർത്ഥത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു തെറ്റ് തിരുത്തല്ലേ, ഈ ചെങ്കൊടി വീണ്ടും ഇയാളെടുത്ത് കയ്യിൽ പിടിക്കല്ലേ എന്നൊക്കെയുള്ള രീതിയിലാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത്. വലിയ രോഷം പാർട്ടി പ്രവർത്തകരുടെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഇത്രയും കാലം ഇത് വച്ച് നീട്ടി ഈ അവസ്ഥയിലേക്ക്, പൊട്ടിയൊലിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തി എന്ന് വരുന്നുണ്ടോ? മാത്രമല്ല ഈ പറയുന്നത് പോലെ ശശിയുടെ ഒരു പരീക്ഷണമായിരുന്നല്ലോ ഇപ്പം തദ്ദേശ തെരഞ്ഞെടുപ്പ്. മണ്ണാർക്കാടൊക്കെ മത്സരിപ്പിച്ചു. അവിടെ എന്തായി? അവിടെ ഒറ്റ സീറ്റുകൾ ചോദിച്ചിട്ടില്ല. മണ്ണാർക്കാട് 10 സീറ്റ് മത്സരിച്ചു, 10 സീറ്റിലും തോറ്റു. ഒരു മൊത്തം 4 പഞ്ചായത്തിലും പിന്നെ മണ്ണാർക്കാട് നഗരസഭയിലുമാണ് അവർ മത്സരിച്ചത്. അതിൽ 2 പഞ്ചായത്തിൽ ഓരോ വാർഡുകളിൽ വിജയിച്ചതല്ലാതെ ബാക്കി മത്സരിച്ച 2 പഞ്ചായത്തുകളിൽ അവർ മത്സരിച്ച എല്ലാ സീറ്റിലും തോറ്റു. മണ്ണാർക്കാട് നഗരസഭയിൽ 10 സീറ്റിലും തോറ്റു. മാത്രമല്ല കാര്യമായിട്ട് CPM-നെ പരാജയപ്പെടുത്താൻ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ അത്രത്തോളം ശക്തിയുള്ളൂ. ഇന്ന് ഇപ്പോൾ ആ പാലക്കാട് ജില്ലയിലുള്ള അവരുടെ മുഴുവൻ ശക്തിയും എല്ലാവരും കൂടെ വന്നിട്ടാണത്. അത് ഈ ഒരു വിഷയം കൊണ്ട് CPM-മായി മാറി നിൽക്കുന്ന ആളുകളല്ല. ഈ കൊഴിഞ്ഞാമ്പാറയിലേക്ക് വിഷയം തന്നെ നമുക്കറിയില്ല. അവിടുത്തെ പാലക്കാടുള്ള വിഭാഗീയത എന്ന് പറഞ്ഞൊരു അധികാര പ്രശ്നമാണ് ശരിക്കും പറഞ്ഞത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ആശയ സംവാദത്തിൻ്റെ പേരുള്ള വിഭാഗീയതയൊന്നുമല്ല ശരിക്കും പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ നടക്കുന്നത്. അവിടെ അധികാര തർക്കത്തിൻ്റെ പേരുള്ള വിഭാഗീയതയാണ് അവിടെ പ്രധാനമായിട്ടും പാലക്കാട് ജില്ലയിൽ CPM ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ നോക്കൂ, ഇതൊരു ദ്വന്ദ്വയുദ്ധം പോലെയല്ലേ ഇന്നത്തെ ശശിയുടെ പ്രസംഗം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ 2 പേർ തമ്മിലുള്ള ഈഗോ പ്രശ്നം. ഒരു അയ്യപ്പനും കൊശിയും ലൈനാണ് ഇവർ തമ്മിൽ ഇന്ന് നടന്നിരിക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ പി കെ ശശിയുടെ പ്രസംഗവും അതിനുള്ള മറുപടിയും നോക്കിയാൽ തന്നെ നമുക്ക്. പക്ഷേ ആ പരിസരം കണ്ടല്ലേ, സമ്മേളന സ്ഥലം കണ്ടാൽ തോന്നുക അങ്ങനെയല്ല.
അവിടെ വെച്ചിരിക്കുന്ന പടങ്ങളെന്ന് പറഞ്ഞാൽ പി കൃഷ്ണപിള്ള, AKG, EMS, അവസാനം വന്ന VS, പിന്നെ PK ശശി. ഇങ്ങനെയാണ് അവിടുത്തെ. അതായത് ഈ സുരേഷ് ബാബു കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞത് ഇത്തിരിയൂടിയൊക്കെ സമയം കൊടുത്തു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് ദർശനവും പ്രത്യയശാസ്ത്രവും ഉണ്ടാക്കിയത് ഞാനാണ് എഴുതിയതാണ് എന്ന് പറഞ്ഞു കളയും എന്നാണ് പറയുന്നത്. ശരിക്കും ഒരർത്ഥത്തിൽ ഫോട്ടോ ഉണ്ടായിരുന്നല്ലേ, VS ഫോട്ടോ ഉണ്ടായിരുന്നു. PK ശശി വെക്കാൻ പറ്റിയ ആളാണ്, VSന്റെ ഫോട്ടോ വെക്കാൻ പറ്റിയ ആളാണ് PK ശശി. കാരണം PK ശശി തന്നെ VS വിരുദ്ധ പക്ഷത്തിന്റെ പ്രധാനപ്പെട്ട ആളായി നിലനിന്നുകൊണ്ടാണ് പുള്ളിയെ ഉയർന്നു വരുന്നത്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്താ പറയാനുള്ളത്? ഞങ്ങൾ മൂന്നും പറഞ്ഞത് ഏതാണ്ട് ഒരു അഭിപ്രായത്തിലേക്കൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഏതായാലും PK ശശി എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ തന്നെ ഏറെക്കാലമായി അനഭിമതനായിരുന്ന ഒരാളെ ഈ മൈക്ക് കെട്ടിവെച്ച് ഇത്രയും നേരം 1.5 മണിക്കൂർ ഈ വർത്തമാനം പറയുന്നത് വരെ പാർട്ടി സഹിക്കണമായിരുന്നോ എന്നാണ് പാർട്ടിയിലെ സാധാരണക്കാർ ചോദിക്കുന്നത്. ഇനി ഒറ്റപ്പാലത്ത് വലിയ അത്ഭുതം സംഭവിക്കും എന്നൊന്നും ഏതായാലും നമ്മൾ കരുതുന്നില്ല. ഏതായാലും വിസ്മയങ്ങൾ UDF-ലേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ട് എത്തിയതിപ്പോൾ ഐഷ പോറ്റിയും അല്ലെങ്കിൽ ഒരുപക്ഷെ വിശാല അർത്ഥത്തിൽ സുരേഷും പിന്നെ PK ശശിയും മാത്രമാണ്.